അപ്പോഴെല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നാം ഇന്നിവിടെ പരിശോധിക്കാൻ പോകുന്ന വിഷയം ഇസ്ലാമിനെ കുറിച്ചാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്നതും എതിർക്കപ്പെടുന്നതുമായ ഒരു പ്രത്യയശാസ്ത്രം ലോകത്തുണ്ടെങ്കിൽ അത് ഇസ്ലാമാണ്. എന്തുകൊണ്ടാണ് ഇസ്ലാം ഇത്തരം വെറുക്കപ്പെടുന്നതിനും എതിർക്കപ്പെടുന്നതിനും ഒക്കെ വിധേയമാകുന്നത്? ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണ്? അപ്പോൾ നാം ഈ കാരണങ്ങളിലേക്കാണ് നമ്മുടെ പരിശോധന കൊണ്ടുപോകുന്നത്. ആയതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് ഒഴിവാക്കാതെ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇസ്ലാം എന്നാൽ എല്ലാവിധ സർവ്വവിധ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ശക്തമായ എതിർപ്പുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ശക്തമായി എതിർക്കുന്നു. ലോകത്തെമ്പാടുമുള്ള ഇസ്ലാം വിരുദ്ധ ശക്തികൾ പണിയെടുക്കാതെ എങ്ങനെ ജീവിക്കാം എന്ന വിഷയത്തിൽ അവർ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ആയതുകൊണ്ട് തന്നെ ലോകത്തെമ്പാടും ഉള്ള ജനങ്ങൾ ബഹുഭൂരിപക്ഷവും അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നവരാണ്. ആയതുകൊണ്ട് തന്നെ അന്ധവിശ്വാസങ്ങൾക്ക് യാതൊരു അടിസ്ഥാനമില്ല, അനാചാരങ്ങൾക്ക് യാതൊരു അടിസ്ഥാനമില്ല. അതിന്റെ കാര്യകാരണങ്ങൾ ഇസ്ലാം ലോകമെമ്പാടും വിശദീകരിക്കുന്നു. ഈ വിശദീകരണം പണിയെടുക്കാതെ എങ്ങനെ ജീവിക്കാം, ജനങ്ങളുടെ അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും പിന്നാലെ പോകുന്ന ജനങ്ങളുടെ മനസ്സിനെ എങ്ങനെ അതിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളിൽ ഇസ്ലാം എക്കാലത്തും ഇടപെടുന്നുണ്ട്. മറ്റുള്ളവന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അത് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പൊതുജനങ്ങളുടെ കണ്ണിൽ ഇസ്ലാം മത പണ്ഡിതൻ എന്ന് തോന്നുന്ന, മുസ്ലിം എന്ന് തോന്നുന്ന, മുസ്ലിമിന്റെ വക്താവ് എന്നൊക്കെ തോന്നുന്ന രീതിയിൽ വസ്ത്രധാരണം നടത്തി, തലയെക്കെട്ടും കെട്ടി, താടിയും വളർത്തി, നിസ്കാര തഴമ്പും നെറ്റിയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന വിഭാഗങ്ങളുണ്ട്. ഈ വിഭാഗങ്ങളാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്, അനാചാരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ജനങ്ങളുടെ അറിവില്ലായ്മയെ, ജനങ്ങളുടെ അന്ധവിശ്വാസത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന, യാതൊരു പണിക്കും പോകാതെ വെള്ളയും വിട്ട് നടന്നുകൊണ്ട് ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ ഇതിനകത്തെല്ലാം ഇടപെട്ടുകൊണ്ട് പല ചരടുകളിൽ മന്ത്രിച്ചൂതിയും പിഞ്ഞാണത്തിൽ അറബി ഭാഷ മഷി കൊണ്ട് എഴുതിയും ആ എഴുതിയതിന് ശേഷം ഈ പിഞ്ഞാണത്തിൽ പച്ചവെള്ളം ഒഴിച്ച് ഈ അറബി ഭാഷ എഴുതിയ ആ വാക്കുകൾ, ആ മഷി, അത് വെള്ളമൊഴിച്ച് കലക്കി കുടിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരം അനവധി രീതിയിലുള്ള അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് പറഞ്ഞു പിടിപ്പിച്ചുകൊണ്ട് അവരിൽ നിന്നും 5000-ഉം 10,000-ഉം ഒക്കെ പ്രതിഫലം വാങ്ങി ജീവിക്കുന്ന വിഭാഗങ്ങൾ, മുസ്ലിം നാമധാരികളായി നടക്കുന്ന വിഭാഗങ്ങൾ, അവരുടെ വേഷഭൂഷ ജാടകളിൽ നിന്നും ഇസ്ലാമിനെ കുറിച്ചും മുസ്ലിമിനെ കുറിച്ചും അറിവില്ലാത്തവർ ധരിക്കുന്നത് അവർ ഇസ്ലാം മത പണ്ഡിതന്മാർ എന്നാണ്. അതുകൊണ്ട് തന്നെ അത്തരം വിഭാഗങ്ങളാണ് ഇന്ന് ഇസ്ലാമിന് നേരെ യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പണ്ഡിതന്മാർക്കെതിരെ തിരിയുന്നതും യഥാർത്ഥ ഇസ്ലാമിനെ നെഞ്ചിലേറ്റുന്ന മുസ്ലിങ്ങളെ അപമാനിച്ച് നടക്കുന്നതും അവർക്കെതിരെ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് നടക്കുന്നതുമെല്ലാം ഇത്തരക്കാരാണ് ഒന്നാം സ്ഥാനത്ത്. അടുത്തതായിട്ട് നമുക്ക് മറ്റു വിഭാഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. നാം ഒരു യാത്ര പോവുകയാണെങ്കിൽ, അതൊരു ദീർഘദൂര യാത്രയാണെങ്കിൽ, യാത്രാമധ്യേ റോഡ് വക്കിലും ഒക്കെ പല ഖബർസ്ഥാനുകൾ കാണാറുണ്ട്. ഇത്തരം ഖബർസ്ഥാനുകളൊക്കെ കെട്ടിപ്പൊക്കി അവിടെ മന്ത്രവും ജപവും പുഴയ്ക്കലും ഒക്കെ ആയിട്ട് ചില തട്ടിപ്പ് വിദ്യകൾ നടത്തി അവിടെ വരുന്ന ജനങ്ങളിൽ നിന്നും പണം ഈടാക്കി ആ പണം കൊണ്ട് വലിയ മാളികകളെല്ലാം പണിത് വില കൂടിയ കാറും ഒക്കെ വാങ്ങിച്ച് ആഡംബര ജീവിതം നയിക്കുന്നവർ, അവർ നാളെ മുതൽ പണിയെടുത്താലേ ജീവിക്കാൻ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥ വന്നാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ആ അവസ്ഥയ്ക്ക് കാരണക്കാരാവുന്ന വ്യക്തികൾ ആരാണോ? യഥാർത്ഥ ഇസ്ലാമിനെ നെഞ്ചിലേറ്റുന്നവർ. ഇസ്ലാമിന്റെ പ്രഖ്യാപനം എന്താണ്? ഇസ്ലാമിന്റെ പ്രഖ്യാപനം ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു മാത്രമാണെന്നാണ്. അപ്പൊ നിങ്ങളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, നമസ്കാരം കളയാതെ നമസ്കാരം നടത്തുക. നമസ്കാരാനന്തരം
അള്ളാഹുവിനോട് നമ്മുടെ കഷ്ടപ്പാടുകൾ പറഞ്ഞ് അതിന് പരിഹാരം തേടുക. ഇതൊക്കെയാണ് മാർഗം. അല്ലാതെ കാണുന്നവന്റെ അടുത്ത് പോയി പണം കൊടുത്ത് അവൻ എഴുതി തരുന്ന, അവൻ കെട്ടിട്ട് തരുന്ന ചരട് അരയിലും കെട്ടി കയ്യിലും കെട്ടി ഏലേസും ഒക്കെ ആയിട്ട് നടന്നതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല. അത് ബഹുദൈവ വിശ്വാസത്തിൻ്റെയും ബഹുദൈവ ആരാധനയുടെയും പരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള, യഥാർത്ഥ മുസ്ലിങ്ങളായിട്ടുള്ള വ്യക്തികൾ ഇത്തരം ചെയ്തികളെ എതിർക്കുന്നു. അതുപോലെ തന്നെയാണ് മറ്റ് മതവിഭാഗങ്ങളിലും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളെയെല്ലാം എതിർത്തുകൊണ്ട് സംസാരിക്കുന്നവനെ പൊതുവെ ശത്രുവായി കാണുന്നു. അതാണ് പ്രധാന കാരണം. ഇസ്ലാം ലോകമെമ്പാടും ഇന്ന് എതിർക്കപ്പെടുന്നതിന്റെ കാര്യകാരണങ്ങൾ ഇതാണ്. ചന്ദനക്കുടങ്ങളും ഉറൂസും ജാറപൂജയും ഒക്കെ നടക്കുന്ന വിഭാഗങ്ങൾക്കെതിരെ യഥാർത്ഥ ഇസ്ലാമിസ്റ്റുകൾ, യഥാർത്ഥ മുസ്ലിങ്ങൾ അതിനെതിരെ വിമർശനം ഉയർത്തുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ഇത്തരം പരിപാടികളുമായിട്ട് നിത്യജീവിതം ആഡംബരമായി ജീവിക്കുന്ന അതിന്റെ വക്താക്കൾക്ക് ഇതിനെ എതിർക്കുന്നവര് അത്ര അങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല. ആയതുകൊണ്ട് യഥാർത്ഥ ഇസ്ലാം എന്താണ്? യഥാർത്ഥ ഇസ്ലാം എല്ലാവരും സൗഹാർദ്ദത്തിലും സഹകരണത്തിലും ഒരു അമ്മ പെറ്റ മക്കളെ പോലെ ജീവിച്ച് പോകണം എന്നാഗ്രഹിക്കുന്നവരാണ്. ജാതിമത ഭേദമന്യേ വർഗീയത, വിഭാഗീയത എന്നതൊക്കെ ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ എന്നതല്ല. ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ജീവിതം, ഇതാണ് ഇസ്ലാമിൻ്റെ മുദ്രാവാക്യം. ഇതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം ജാറപൂജകൾ നടത്തുന്ന വിഭാഗക്കാർ യഥാർത്ഥ മുസ്ലിങ്ങളെ നോക്കി അവർ തീവ്രവാദികളാണെന്ന് പറയുന്നു, അവർ ഭീകരവാദികളാണെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള വാചകങ്ങൾ എല്ലാം പടച്ചുവിടുമ്പോൾ ഈ വാചകങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മറ്റ് മതവിഭാഗങ്ങളിലും ഇത്തരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ നടത്തി ജീവിക്കുന്ന അനവധി ആളുകളുണ്ട്. അവർ ഇത് ഏറ്റുപിടിക്കുന്നു. ഇങ്ങനെയാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആയതുകൊണ്ട് മുസ്ലിങ്ങളിലെ കള്ള നാണയങ്ങളിലെ മറ്റ് മതവിഭാഗക്കാർ തിരിച്ചറിയണമെന്ന് ഞാൻ ഒരു അഭ്യർത്ഥനയായി പറയുകയാണ്. നിങ്ങൾ കാണുന്ന താടി വെച്ചവനും തൊപ്പി വെച്ചവനും തലയെക്കെട്ടി കെട്ടിയവനും കണങ്കാലിന് മുകളിൽ മുണ്ടെടുത്തവനും ഒന്നും അവരെല്ലാവരും, ഇത്തരക്കാരെല്ലാവരും മുസ്ലിങ്ങളോ ഇസ്ലാമോ അല്ല. ഇസ്ലാമിനെ കരുവാക്കി, ഇസ്ലാമിനെ ചാരിക്കൊണ്ട് ജീവിതം സുഭിക്ഷമായി എങ്ങനെ ജീവിക്കാം? അവർ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന വിഭാഗങ്ങളല്ല. അവർ ഈ ജാറങ്ങളിൽ മരണപ്പെട്ട് കിടക്കുന്ന വ്യക്തികളെയൊക്കെ പൂജിക്കുന്ന വിഭാഗങ്ങളും കൂടിയാണ്. അത്തരക്കാർ മുസ്ലിങ്ങളല്ല, ഇസ്ലാമുമല്ല. അവരെ കണ്ടുകൊണ്ട് ഇസ്ലാമിനെ വിലയിരുത്തരുത് എന്നാണ് എനിക്ക് മറ്റ് ഇതര മതവിഭാഗക്കാരോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഈ വിഷയത്തിൽ വീഡിയോ ചെയ്യാനൊരു പ്രധാന കാരണമുണ്ട്. ആ കാരണം എൻ്റെ വളരെ അടുത്തൊരു അമുസ്ലിം സുഹൃത്ത്, മുസ്ലിം അല്ലാത്ത ഹൈന്ദവനായ ഒരു സുഹൃത്ത് ഇത്തരം കാര്യങ്ങൾ എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. ഞങ്ങൾ ബഹുദൈവങ്ങളെ ആരാധിക്കുന്നവരാണ്, നിങ്ങളും ഇത് തന്നെയല്ലേ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ജാറപൂജകൾ നടത്തുന്ന മുസ്ലിങ്ങളെ ചൂണ്ടിക്കാണിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നോട് സംസാരിച്ചു. ആയതുകൊണ്ട് എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ നിർബന്ധിതമായതിന്റെ കാരണം ഇതാണ്. എൻ്റെ ഒരു സുഹൃത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം ഉന്നയിച്ചതിന്റെ പേരിലാണ്. ആയതുകൊണ്ട് ആർക്കെങ്കിലും വിഷമമോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എനിക്കിത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പിന്നീട് വേണ്ടി വന്നാൽ ഇതുമായിട്ട് വിശദമായ വീഡിയോ നമുക്ക് ചെയ്യാം. ഇതിനേക്കാൾ ക്ലാരിഫിക്കേഷൻ കൊടുത്തുകൊണ്ടുള്ള വീഡിയോ നമുക്ക് വേണ്ടി വന്നാൽ ചെയ്യാം. അപ്പോൾ തൽക്കാലം ഞാൻ നിർത്തുന്നു. അതുവരേക്കും എന്നെ ശ്രവിച്ച, എന്നെ കേട്ട എല്ലാവർക്കും എൻ്റെ ഒരു വലിയ സലാം.